ഒറ്റ ചോദ്യം ശ്രീ RV ബാബു. ഈ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മൾ ഏത് ഭാരതത്തിന് വേണ്ടിയാണ് പോരാടിയത് എന്ന് ഇപ്പോഴും ഒരു ചോദ്യം പ്രസക്തമാണ്. ആ കയ്യിൽ കിട്ടിയ ഭാരതത്തിൻ്റെ അതിർത്തികളെ സംരക്ഷിക്കാൻ പോലും നെഹ്റുവിന് അന്ന് കഴിഞ്ഞില്ലല്ലോ. അല്ല, തീർച്ചയായും നമുക്ക് ഒരു വലിയ സ്വപ്നത്തോടു കൂടിയിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ധീരദേശാഭിമാനികളായിട്ടുള്ള ഒരുപാട് പേര്, അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, നമ്മൾ വിപ്ലവകാരികളായിട്ടുള്ള ഒട്ടനവധി ആൾക്കാർ, അവരുടെ പേര് പറയാനൊന്നും ഇപ്പോൾ സമയമില്ലല്ലോ. അപ്പോൾ ഒരുപാട് സമരം, ആ സമരം 1857 തുടങ്ങിയതൊന്നുമല്ല, മുഗളന്മാർക്കെതിരായിട്ടുള്ള സമരം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നീണ്ട ഒരു സമരം, ഒരു 1000 വർഷക്കാലത്തെ സമരം നമ്മുടെ ഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഒന്നാമത്തെ കാര്യം. 2, അഖണ്ഡ ഭാരതം എന്നൊരു സങ്കല്പം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ചർച്ച തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായും ഭാരതം വിഭജിക്കപ്പെട്ടതിൻ്റെ പ്രയോജനം പാകിസ്ഥാനോ ബംഗ്ലാദേശിനോ കിട്ടിയില്ല. ഭാഗം വാങ്ങിപ്പോയ പാകിസ്ഥാൻ്റെ സ്ഥിതി എന്തായി, ആ പാകിസ്ഥാനിൽ ഇന്നത്തെ ജനങ്ങളുടെ സ്ഥിതി എന്താണ്, ബംഗ്ലാദേശിൻ്റെ സ്ഥിതി എന്താണ്, നമ്മുടെ കൺമുമ്പിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് പ്രകൃതി വിരുദ്ധമായ ഒരു വിഭജനമാണ്. നാളെ വരും നാളുകളിൽ ഇപ്പോൾ മോഹൻ വർഗീസ് പറഞ്ഞ മാതിരി വിശാലമായ സാംസ്കാരിക ഭാരതം അല്ലെങ്കിലും 47-ന് മുമ്പുണ്ടായിരുന്ന ഒരു ജിയോഗ്രഫിക്കൽ ഒരു ഭാരതമുണ്ട്. ആ ഭാരതം എന്നുള്ളതായിരിക്കണം നമ്മുടെ അടുത്ത തലമുറയുടെ ലക്ഷ്യം. ഇത് രണ്ടാമത്തെ കാര്യം. അഖണ്ഡ ഭാരതം 15 വർഷത്തിനുള്ളിൽ സാധ്യമാകുമെന്ന് 2 വർഷം മുൻപാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. സാംസ്കാരിക പശ്ചാത്തലമുള്ള വിശാലമായൊരു ഭാരതം രൂപപ്പെടട്ടെ, എല്ലാവരും ഒരുമിക്കട്ടെന്നേ